ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടയർ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നമ്മുടെ മാർക്കറ്റിൽ ഓട്ടോ കമ്പോണൻസ് എന്നുള്ള ആ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിലുള്ള സ്റ്റോക്കുകളെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന നിഫ്റ്റിയിലെ ഒരു ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ആണ് നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സ്. എന്നാൽ നിലവിലുള്ള നിഫ്റ്റിയിലെ ഓട്ടോ ഇൻഡെക്സ് പരിശോധിച്ചാൽ അതിൽ 15 സ്റ്റോക്കുകൾ ഉണ്ടെങ്കിലും ഒരു ടയർ സ്റ്റോക്കും നമുക്ക് അവിടെ കാണാൻ കഴിയില്ല. എന്നാൽ ഇതിനു മുമ്പ് ഈ ഓട്ടോ ഇൻഡെക്സിൽ ടയർ സ്റ്റോക്കുകൾ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മുൻകാലങ്ങളിൽ MRF, അപ്പോളോ ടയേഴ്സ്, ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് തുടങ്ങിയ പ്രമുഖ ടയർ കമ്പനികൾ പലപ്പോഴായിട്ട് നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ സ്റ്റോക്കുകൾ ഇൻഡെക്സിൽ കാണാത്തത്? നമുക്കറിയാം, ഓട്ടോ ഇൻഡെക്സിൽ 15 സ്റ്റോക്കുകളാണുള്ളത്. അതായത് പരമാവധി 15 കമ്പനികൾക്ക് മാത്രമേ ഒരേ സമയം ഇടം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഓട്ടോമൊബൈൽ രംഗത്തുള്ള ഭീമന്മാരായിട്ടുള്ള മാരുതി സുസുക്കി, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ടാറ്റ മോട്ടോഴ്സ്, ബജാജ് ഓട്ടോ തുടങ്ങിയ വൻകിട കമ്പനികളും, അതുകൂടാതെ സംവർദ്ധന മദേഴ്സൺ, ബോഷ്, ഭാരത് ഫോർജ് പോലെയുള്ള ഓട്ടോ ആക്സിലറി കമ്പനികളും നമുക്ക് അവിടെ കാണാൻ കഴിയും. സാധാരണഗതിയിൽ ഈ ഒരു ഇൻഡെക്സിലേക്ക് കമ്പനികളെ തിരഞ്ഞെടുക്കുന്നത് അവയുടെ ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന്റെ ബേസിലാണ്. അതായത് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ ലഭ്യമായിട്ടുള്ള ഓഹരികളുടെ ആകെ മൂല്യം അതെത്രയാണോ അത് കൂടുതലുള്ളതായിരിക്കും എപ്പോഴും ഇൻഡെക്സിൽ ഉണ്ടാവുക. അപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലായിട്ട് മുകളിൽ പറഞ്ഞ മറ്റ് വൻകിട ഓട്ടോമൊബൈൽ, ഓട്ടോ കമ്പോണന്റ് കമ്പനികളുടെ മാർക്കറ്റ് വാല്യൂ വലിയ തോതിൽ വർദ്ധിച്ചിരുന്നു. എന്നാൽ ഇതേ സമയം ടയർ കമ്പനികളുടെ ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് മൂല്യം ഈ 15 കമ്പനികളിനേക്കാൾ താഴോട്ടേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ അതിന്റെ ഫലമായിട്ട് സെമി ആനുവലായിട്ട് റീബാലൻസ് ചെയ്യുന്ന ഈ ഒരു ഇൻഡെക്സിൽ ടയർ സ്റ്റോക്കുകൾ അതിൽ നിന്ന് പുറത്താവുകയും മറ്റു കൂടുതൽ മൂല്യമുള്ള മറ്റ് കമ്പനികൾ അകത്തോട്ട് കയറുകയും ചെയ്തു. അപ്പോൾ ഭാവിയിൽ ഈ ടയർ കമ്പനികളുടെ ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വരികയാണെങ്കിൽ വീണ്ടും ഇവർ ഓട്ടോ ഇൻഡെക്സിലേക്ക് വരും. പക്ഷെ എന്താണ് ഈ ടയർ സ്റ്റോക്കുകൾ ഇത്രയധികം പുറകോട്ട് പോകാൻ കാരണം എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ നിലവിലുള്ള അതിൻ്റെ ഒരു അവസ്ഥ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോ ഇൻഡെക്സ് ടോട്ടൽ കഴിഞ്ഞ ഒരു വർഷം നൽകിയ റിട്ടേൺ ഏകദേശം 11%. എന്നാൽ നമ്മൾ മാർക്കറ്റിലുള്ള 5 പ്രമുഖ ടയർ കമ്പനികൾ എടുത്തു കഴിഞ്ഞാൽ ഈ 5 ടയർ കമ്പനികളും നെഗറ്റീവ് റിട്ടേൺ ആണ് കഴിഞ്ഞ ഒരു വർഷം നൽകിയത്. ഏറ്റവും അധികം മാർക്കറ്റ് ക്യാപ്പുള്ള MRF എടുക്കുകയാണെങ്കിൽ 53,000 കോടിയോളം മാർക്കറ്റ് ക്യാപ്പുള്ള MRF കഴിഞ്ഞ ഒരു വർഷം നൽകിയത് 11% നെഗറ്റീവ് റിട്ടേൺ ആണ്. അതിൻ്റെ ഹൈയിൽ നിന്നും ഏകദേശം 22% MRF ഡൗൺ ആണ്. അതേപോലെ ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 42,000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള 2ാം സ്ഥാനത്തുള്ള ടയർ കമ്പനിയാണ്. ഇത് കഴിഞ്ഞ ഒരു വർഷം 16% നെഗറ്റീവ് റിട്ടേൺ ആണ്. അതായത് ഹൈയിൽ നിന്നും 20% ഈ സ്റ്റോക്ക് ഇടിഞ്ഞിട്ടുള്ളത്. 3ാം സ്ഥാനത്തുള്ള അപ്പോളോ ടയേഴ്സ് നോക്കുകയാണെങ്കിൽ 23,000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഈ കമ്പനി 24% നെഗറ്റീവ് റിട്ടേൺ ആണ്. അതിൻ്റെ ഹൈയിൽ നിന്നും 31% ഈ സ്റ്റോക്ക് താഴത്തേക്ക് പോയിട്ടുണ്ട്. ഇനി മറ്റൊരു സ്റ്റോക്കായിട്ടുള്ള സിയറ്റ് എടുക്കുകയാണെങ്കിൽ 12,000 കോടിയാണ് ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ്. ഇത് കഴിഞ്ഞ ഒരു വർഷം 17% നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയത്. അതിൻ്റെ ഹൈയിൽ നിന്ന് 28% ഇത് താഴത്തേക്ക് വന്നിട്ടുണ്ട്. അതേപോലെ ജാക്കെ ടയർ ഇൻഡസ്ട്രീസ് നോക്കുകയാണെങ്കിൽ 10,000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഈ ഒരു കമ്പനി കഴിഞ്ഞ ഒരു വർഷം 4% നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയത്. അതിൻ്റെ ഹൈയിൽ നിന്ന് 39% ഈ സ്റ്റോക്ക് താഴത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ബെഞ്ച് മാർക്കായിട്ടുള്ള ഓട്ടോ ഇൻഡെക്സും അതിലുള്ള ഓട്ടോ സ്റ്റോക്കുകളുമൊക്കെ പോസിറ്റീവ് റിട്ടേൺ നൽകിയപ്പോൾ കഴിഞ്ഞ ഒരു വർഷം ടയർ സ്റ്റോക്കുകളിലെ ലീഡിംഗ് 5 കമ്പനികളും നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ബെഞ്ച് മാർക്കിനെ അണ്ടർ പെർഫോം ചെയ്യാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ബിസിനസ്സിൻ്റെ ഒരു പെർഫോമൻസ് നമ്മൾ നോക്കിയാൽ MRFന്റെ 3 ഇയേഴ്സിന്റെ സെയിൽസ് CAGR ഗ്രോത്ത് 11%. ട്രെയിലിംഗ് 12 മന്ത്സിൽ 11% സെയിൽസ് റവന്യൂ വർധനവ് MRFൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പ്രോഫിറ്റ് സൈഡിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ 3 ഇയേഴ്സിന്റെ CAGR റിട്ടേൺ 52%. എന്നാൽ ട്രെയിലിംഗ് 12 മന്ത്സ് അത് 32% കുറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ബിസിനസ്സിൽ ഒരു അണ്ടർ പെർഫോമൻസ് ഉണ്ടായിട്ടുണ്ട്. ഇനി BKT ടയേഴ്സ് എടുക്കുകയാണെങ്കിൽ സെയിൽസിൽ 4% വലിയ വ്യത്യാസമില്ലാതെ തുടരുന്നുണ്ടെങ്കിലും അതിന്റെ പ്രോഫിറ്റിൽ 18% ഒരു ഇടിവ് ട്രെയിലിംഗ് 12 മന്ത്സിൽ ഉണ്ടായിട്ടുണ്ട്. 8% പോസിറ്റീവ് CAGR പ്രോഫിറ്റ് നൽകിക്കൊണ്ടിരുന്ന ഒരു സ്റ്റോക്കായിരുന്നു ഇത്. ഇനി അപ്പോളോ ടയേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 ഇയേഴ്സിന്റെ CAGR സെയിൽസ് 5% അത് 9% ട്രെയിലിംഗ് 12 മന്ത്സിൽ ഉയർന്നിട്ടുണ്ട്. അതുപോലെ 3 ഇയേഴ്സിന്റെ അതിന്റെ CAGR പ്രോഫിറ്റ് 27% ട്രെയിലിംഗ് 12 മന്ത്സിൽ. പക്ഷെ 68% അതിശയിപ്പിക്കുന്ന ഒരു പോസിറ്റീവ് പ്രോഫിറ്റ് അവിടെ കാണുന്നുണ്ട്. അത് നമ്മൾ കൂടുതലായിട്ട് പിന്നീട് പരിശോധിക്കാം. മറ്റൊന്ന് സിയറ്റ് ടയേഴ്സ് ആണ്. ഇതിൻ്റെ 3 ഇയേഴ്സിൻ്റെ CAGR ഗ്രോത്ത് 11% സെയിൽസിൽ ഉണ്ടായിരുന്നത്. ട്രെയിലിംഗ് 12 മന്ത്സ് അത് 19% ഉയർന്നിട്ടുണ്ട്. എന്നാൽ പ്രോഫിറ്റിൽ 53% ഉണ്ടായിരുന്ന സ്ഥാനത്ത് 51% അത് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ ജാക്കെ ടയേഴ്സിൻ്റെ നോക്കുകയാണെങ്കിൽ 7% ഒരു സെയിൽസ് CAGR ഗ്രോത്ത് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് ട്രെയിലിംഗ് 12 മന്ത്സ് 8% ഉയർന്നിട്ടുണ്ട്. എന്നാൽ 3 ഇയേഴ്സിൻ്റെ CAGR പ്രോഫിറ്റ് 35% ഉണ്ടായിരുന്ന സ്ഥാനത്ത് ട്രെയിലിംഗ് 12 മന്ത്സ് അത് 20% ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ബിസിനസ് പെർഫോമൻസിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാണ്.
അപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അപ്പോളോ ടയേഴ്സ്, MRF, BKT, CAT, JK ടയർ പോലെയുള്ള ഈ പ്രമുഖ 5 ടയർ സ്റ്റോക്കുകളും റവന്യൂ മോശമല്ലാതിരുന്നിട്ടും അതിൻ്റെ പ്രോഫിറ്റിൽ ഇടിവുണ്ടായിട്ടുണ്ട്. കൂടാതെ മാർക്കറ്റിൽ അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടാണ് സ്റ്റോക്ക് പ്രൈസും നൽകുന്നത്. അപ്പോൾ ഇവിടെ പൊതുവായിട്ടുള്ള ഒരു കാരണങ്ങൾ ഈ 5 സ്റ്റോക്കിൽ ഉണ്ടായിട്ടുണ്ട്. അതൊന്ന്, ടയർ നിർമ്മാണ മേഖലയിൽ നാച്ചുറൽ റബ്ബർ അതേപോലെ തന്നെ ക്രൂഡ് ഓയിൽ, ഈ 2 നിർണായകമായിട്ടുള്ള റോ മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ടയർ നിർമ്മിക്കാനുള്ള അതിൻ്റെ ആകെ ചെലവിൻ്റെ അല്ലെങ്കിൽ ആകെ ഇൻപുട്ട് കോസ്റ്റിൻ്റെ 60% മുതൽ 65% വരുന്നത് ഈ 2 റോ മെറ്റീരിയൽ ഉപയോഗിക്കുമ്പോഴാണ്. അപ്പോൾ നമുക്കറിയാം, നാച്ചുറൽ റബ്ബർ എന്ന് പറയുന്നത് ഈ ടയറിൻ്റെ ആ ഒരു ഇലാസ്റ്റിസിറ്റി, അതിൻ്റെ ഒരു കാഠിന്യം, റോഡുമായുള്ള ഗ്രിപ്പ്, അതിൻ്റെ ചൂട് പ്രതിരോധിക്കാനുള്ള ശേഷി, ഇതൊക്കെ നാച്ചുറൽ റബ്ബറിനുണ്ട്. അതുകൊണ്ട് തന്നെ ട്രക്കുകൾ, ബസ്സുകൾ, വിമാനങ്ങൾ എന്നിവയുടെ വലിയ ടയറുകളിൽ നാച്ചുറൽ റബ്ബറിൻ്റെ ഉപയോഗം വളരെ കൂടുതലാണ്. ഏകദേശം 40%-ലധികം നാച്ചുറൽ റബ്ബറാണ് ഈ ഒരു വലിയ വെഹിക്കിളുകളിൽ ഉപയോഗിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് ക്രൂഡ് ഓയിലുമായി ബന്ധപ്പെട്ട ബൈ പ്രോഡക്റ്റുകൾ. ഇപ്പോൾ ക്രൂഡ് ഓയിൽ നേരിട്ട് ഈ ടയർ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നില്ല, മറിച്ച് അതിൽ നിന്നുള്ള 2 പ്രധാനപ്പെട്ട ബൈ പ്രോഡക്റ്റുകളുണ്ട്. ഒന്ന് സിന്തറ്റിക് റബ്ബറാണ്. അതായത് ക്രൂഡ് ഓയിൽ നിന്നുണ്ടാക്കുന്ന ഈ സിന്തറ്റിക് ടയർ അത് കൂടുതലായിട്ട് കാറുകളുടെയും 2 വീലറുകളുടെയും ടയറുകളിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു ബൈ പ്രോഡക്റ്റ് ആയിട്ടുള്ള കാർബൺ ബ്ലാക്ക്, ഇതും ക്രൂഡ് ഓയിൽ പ്രോസസ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. ടയറിന് കറുപ്പ് നിറം നൽകാനും അതിന് ഒരു ടെൻസൈൽ സ്ട്രെങ്ത് നൽകാനും ഇത് ആവശ്യമാണ്. അപ്പോൾ ചുരുക്കത്തിൽ റബ്ബറിൻ്റെയും ക്രൂഡ് ഓയിലിൻ്റെയും വിലയിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റം പോലും ടയർ കമ്പനികളുടെ പ്രോഫിറ്റ് മാർജിനെ വലിയ തോതിൽ ബാധിക്കും. അപ്പോൾ കഴിഞ്ഞ 1-2 വർഷത്തിൻ്റെ ഇടയിൽ ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് കാരണവും അതുപോലെ തന്നെ സപ്ലൈ ചെയിൻ ഡിസ്റപ്ഷൻസ് കാരണവും ഈ 2 റോ മെറ്റീരിയൽസിലും വലിയ വില വർധന ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നാച്ചുറൽ റബ്ബർ നമ്മൾ നോക്കുകയാണെങ്കിൽ പെർ കിലോ 150-160 രൂപ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 240-256 എന്ന ലെവലിൽ വരെ ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 55% മുതൽ 60% വരെയാണ് വില ഉയർന്നിട്ടുള്ളത്. അതുപോലെ US-ഇറാൻ സംഘർഷങ്ങൾ കാരണം നമുക്കറിയാം ക്രൂഡ് ഓയിലിൻ്റെ വില വമ്പിച്ച ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. $65-75 പെർ ബാരൽ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 100-ന് മുകളിലാണ് അതിൻ്റെ പ്രൈസ്. അപ്പോൾ ഏകദേശം 45% മുതൽ 50% വരെ ഈ ഒരു ക്രൂഡ് ഓയിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിലക്കയറ്റം ഈ ടയർ കമ്പനികളുടെ വരും ക്വാർട്ടറുകളിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനെ ബാധിക്കുമെന്ന കടുത്ത ആശങ്കയിലാണ് മാർക്കറ്റുള്ളത്. അപ്പോൾ റവന്യൂ വർദ്ധിച്ചാലും മാർജിൻ കുറയും എന്നുള്ള ഒരു ഭയം കാരണമാണ് ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ടയർ സ്റ്റോക്കുകളിൽ നിന്നും മാറി നിൽക്കുന്നത്. കൂടാതെ ഗ്ലോബൽ മാർക്കറ്റിൽ ചില തിരിച്ചടികൾ ഈ കമ്പനികൾ നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ്, അതുപോലെ അപ്പോളോ ടയർസ്, ഈ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം എക്സ്പോർട്ട് വരുവാനും നല്ല രീതിയിലുള്ള കമ്പനികളാണ്. അപ്പോൾ നിലവിലുള്ള ഈ ഷിപ്പിംഗ് ചാർജസ് വർദ്ധിച്ചതും പ്രോഫിറ്റബിലിറ്റി വലിയ തോതിൽ അത് ബാധിക്കുന്നുണ്ട്. ഇതുകൂടാതെ 2023-24 കാലഘട്ടങ്ങളിൽ ഈ പ്രധാനപ്പെട്ട 5 ടയർ കമ്പനികളും നല്ല മുന്നേറ്റം നടത്തിയിരുന്നു. അന്ന് നല്ല റിട്ടേൺസ് ഇൻവെസ്റ്റേഴ്സിന് നൽകിയിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വാല്യുവേഷൻ കുറച്ച് ഹൈ ആയപ്പോൾ സ്വാഭാവികമായിട്ടും ഉള്ള ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങും പല സ്റ്റോക്കുകളിൽ നടന്നതും ഈ സ്റ്റോക്കുകൾക്ക് തിരിച്ചടിയായിട്ടുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ ഈ ബിസിനസ് പെർഫോമൻസ് നോക്കുമ്പോൾ അപ്പോളോ ടയർസിൻ്റെ ട്രെയിലിംഗ് 12 മന്ത്സിൻ്റെ പെർഫോമൻസിൽ 68% ഒരു പ്രോഫിറ്റ് ഗ്രോത്ത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത്രമാത്രം റിട്ടേൺ നൽകിയിട്ടും എന്തുകൊണ്ടാണ് മറ്റ് 4 ടയർ കമ്പനി പോലെ തന്നെ അപ്പോളോ ടയർസും ഇടിയാൻ കാരണം എന്നുള്ളത് നമ്മൾ പ്രത്യേകം പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അപ്പോളോ ടയർസ് ഇന്ത്യയിൽ മാത്രമല്ല യൂറോപ്പിലും വലിയ ബിസിനസ് സാന്നിധ്യമുണ്ട്. എന്നാൽ കുറച്ചു കാലമായിട്ട് ഇവരുടെ യൂറോപ്യൻ മാർക്കറ്റിലെ ഡിമാൻഡ് വളരെ സ്ലോ ആണ്. ഈ നെതർലാൻഡ്സിലെ അവരുടെ ഒരു പ്രമുഖ പ്ലാന്റ് അവർ ഈ അടുത്ത് അടച്ചുപൂട്ടിയിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള പ്ലാന്റ് ക്ലോസർ ചാർജുകളും ഇമ്പയർമെൻറ്റ് ചെലവുകളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ തുക അക്കൗണ്ടിലേക്ക് വന്ന് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്ക ഉണ്ടാക്കിയ ഒരു ഘടകമാണ്. അതുപോലെ അപ്പോളോ ടയർസിന് നെറ്റ് പ്രോഫിറ്റിൽ ഇയർ ഓൺ ഇയർ 68% വർധനവ് കാണിക്കുന്നത് യഥാർത്ഥത്തിൽ അതൊരു ബിസിനസ് വളർച്ചയല്ല, ഇതൊരു ടാക്സ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. കാരണം ഇന്ത്യൻ ഗവൺമെൻറ് കോർപ്പറേറ്റ് കമ്പനികൾക്ക് ടാക്സ് കുറച്ച് നൽകുന്ന ഒരു പുതിയൊരു നിയമം കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഇതിലേക്ക് ടാക്സ് റിജീം മാറുമ്പോൾ കമ്പനികളുടെ ടാക്സ് റേറ്റ് ഏകദേശം 30%-ൽ നിന്നും 22%-ലേക്ക് കുറയും. അപ്പോൾ അപ്പോളോ ടയർസ് ഈ പുതിയ ടാക്സ് സമ്പ്രദായത്തിലേക്ക് മാറാൻ തീരുമാനിച്ചിരുന്നു. അപ്പോൾ സാധാരണഗതിയിൽ കമ്പനികൾ ടാക്സ് ബാധ്യതകൾക്കായിട്ട് ഒരു തുക മാറ്റിവെക്കാറുണ്ട്. അപ്പോൾ മുമ്പ് അപ്പോളോ ടയർസ് 30% ടാക്സ് ബ്രാക്കറ്റിൽ ഉണ്ടായിരുന്നപ്പോൾ അവർ മാറ്റിവെച്ച തുക ഇപ്പോൾ ടാക്സ് റേറ്റ് 22%-ലേക്ക് കുറഞ്ഞപ്പോൾ അത്രയും തുക ടാക്സ് അടയ്ക്കേണ്ടി വരില്ല എന്നുള്ളത് കൊണ്ട് തന്നെ മുമ്പ് മാറ്റിവെച്ചിരുന്ന തുക ഇവർ തിരിച്ചെടുത്തു. അപ്പോൾ ഇതൊരു അക്കൗണ്ടിങ് എൻട്രി മാത്രമാണ്. അപ്പോൾ ഇതാണ് പ്രോഫിറ്റിൽ ഒരു വർധനവ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് ടാക്സ് ഇളവ് വഴി ഉണ്ടായിട്ടുള്ള വൺ ടൈം പ്രോഫിറ്റ് ആണ്. അതുപോലെ യൂറോപ്പിലെ പ്ലാന്റ് കൂട്ടിയതുമായി ബന്ധപ്പെട്ട വൺ ടൈം ചെലവുകളുമുണ്ട്. അപ്പോൾ ഇതൊക്കെ അടിസ്ഥാനത്തിൽ കോർ പ്രോഫിറ്റ് കണക്കാക്കുമ്പോൾ ഈ 68% നെറ്റ് പ്രോഫിറ്റ് ഇവർക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയധികം പ്രോഫിറ്റ് കാണിച്ചിട്ടും അപ്പോളോ ടയർസും മറ്റ് സ്റ്റോക്കുകൾ പോലെ ഇടിയാൻ കാരണം.
അപ്പോൾ ഏതായാലും ടയർ സ്റ്റോക്കുകളിൽ നടക്കുന്ന ഈ ഒരു കറക്ഷൻ അത് എല്ലാ സ്റ്റോക്കുകളിലും ഒരേപോലെ തന്നെയാണ് ബാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ റബ്ബർ വിലക്കയറ്റവും ക്രൂഡ് ഓയിൽ വിലയും തണുക്കുന്നതോടുകൂടി മാത്രമേ ഈ സ്റ്റോക്കുകളിൽ ഒരു റിക്കവറി നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. എന്നാൽ ഇപ്പോൾ കമ്പനി അവരുടെ ടയറുകളുടെ വില വർധനവ് 2% മുതൽ 4% വരെ വർദ്ധിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുവഴി അവർക്ക് ഓൾറെഡി ഈ റോ മെറ്റീരിയൽസ് ഉണ്ടായിട്ടുള്ള നഷ്ടം നികത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏകദേശം 1 വർഷത്തിന്റെ ഒരു ലോങ് ടേം വ്യൂയിലൂടെ ഈ സ്റ്റോക്കുകളെ സമീപിച്ചാൽ മാത്രമേ നമുക്ക് നിലവിൽ ഈ സ്റ്റോക്കുകളിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് സാധ്യത കാണുകയുള്ളൂ. ഇപ്പോൾ പല സ്റ്റോക്കുകളുടെയും PE ഇപ്പോൾ റീസണബിൾ ലെവലിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ MRFന്റെ PE റേഷ്യോ 21 എന്ന ലെവലാണ്. അത് അതിൻ്റെ 3 ഇയർ മീഡിയം പേക്കാൾ താഴെയാണ്. കൂടാതെ PEG റേഷ്യോ സൂചിപ്പിക്കുന്നത് MRF ഇപ്പോൾ അണ്ടർ വാല്യൂഡ് ആണ്. അതേപോലെ അപ്പോളോ ടയേഴ്സും അതിൻ്റെ 11 എന്ന PE-യിലാണുള്ളത്. 19 എന്ന മീഡിയം പേക്കാൾ താഴെയാണത്. 0.43 എന്ന PEG റേഷ്യോ സൂചിപ്പിക്കുന്നതും അപ്പോളോ ടയേഴ്സും അണ്ടർ വാല്യൂഡ് ആയിട്ടാണ് കിടക്കുന്നത്. അതുപോലെ C8-ലാണെങ്കിൽ 17 ആണ് അതിൻ്റെ PE. 22 എന്നുള്ള മീഡിയം PEക്കാൾ താഴെയാണത്. PEG റേഷ്യോ 0.3 ആണ്. അതുപോലെ JK ടയേഴ്സും 14 എന്ന PE-യിലാണുള്ളത്. 15 എന്ന മീഡിയം PE ആയിരുന്നു ഇതിനുണ്ടായിരുന്നത്. PEG റേഷ്യോ വെച്ച് നോക്കുമ്പോഴും ഇതും അണ്ടർ വാല്യൂഡ് ആയിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് നമ്മൾ നോക്കുമ്പോൾ അവിടെ 34 എന്ന PE ആണ്. അതിൻ്റെ 3 ഇയേഴ്സിൻ്റെ മീഡിയം PEയും ഏകദേശം 34 എന്ന ലെവലിലാണ്. കൂടാതെ PEG റേഷ്യോ 4 എന്നുള്ള ഓവർ വാല്യൂഡ് പൊസിഷനിലാണുള്ളത്. ഇപ്പോൾ ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് ഒഴിച്ച് ബാക്കി 4 സ്റ്റോക്കുകളും ഒരു ഫെയർലി വാല്യൂഡ് ആയിട്ടുള്ള ലെവലാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ ഈ സ്റ്റോക്കുകളിലുള്ള റിക്കവറി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുറച്ച് സമയമെടുക്കുന്ന ഒരു ഏർപ്പാടായിരിക്കും. അത്തരത്തിലുള്ള ഒരു ലോങ് ടേം വ്യൂ ഉണ്ടെങ്കിൽ മാത്രമേ ഈ സ്റ്റോക്കിൽ ഇപ്പോൾ നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് അവസരം കാണാൻ കഴിയുള്ളൂ. ഈ സ്റ്റോക്കുകളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകളും അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.